സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ എന്ന ശതകോടീശ്വരന്റെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ വർഷങ്ങൾക്കിപ്പുറവും അവസാനിക്കുന്നില്ല. അമേരിക്കയിലെ അതിസമ്പന്നരിലേക്കും അധികാര കേന്ദ്രങ്ങളിലേക്കും വേരുകളുള്ള ഒരു ലൈംഗിക കടത്ത് റാക്കറ്റിന്റെ തലവനായിരുന്ന എപ്സ്റ്റീന്റെ മരണം ആത്മഹത്യയാണെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി അത് ആസൂത്രിതമായൊരു കൊലപാതകമായിരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന 3 ദശലക്ഷം രേഖകൾ നൽകുന്നത്. 2019 ഓഗസ്റ്റ് മാസത്തിൽ മാൻഹട്ടിലെ മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെന്ററിലെ അതീവ സുരക്ഷയുള്ള സെല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ എപ്സ്റ്റീന്റെ അവസാന മണിക്കൂറുകളിൽ നടന്ന കാര്യങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ ഡീപ് സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ചില ശക്തികളുടെയോ ഇടപെടൽ സംശയിക്കേണ്ടി വരും. സാധാരണ നിലയിൽ അതീവ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ജയിലിൽ എങ്ങനെ ഇത്തരമൊരു മരണം സംഭവിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ അധികൃതർക്ക് ഇന്നും സാധിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും ഒരുപോലെ കുഴയ്ക്കുന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ എപ്സ്റ്റീൻ മരിച്ച രാത്രിയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കണ്ട നിഗൂഢമായ ഓറഞ്ച് മിന്നലാണ്. തടവുകാരെ മുഴുവൻ സെല്ലുകളിൽ പൂട്ടിയിടേണ്ട രാത്രി 10:39 എപ്സ്റ്റീന്റെ സെല്ലിന് സമീപത്തെ പടിക്കെട്ടുകളിൽ അവ്യക്തവും ഓറഞ്ച് നിറത്തിലുള്ളതുമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടതായി രേഖകൾ സൂചിപ്പിക്കുന്നു. തടവുകാർക്ക് നൽകുന്ന വസ്ത്രങ്ങളും കിടക്കവിരികളും ഓറഞ്ച് നിറത്തിലുള്ളതാണെങ്കിലും ആ സമയത്ത് ഒരു തടവുകാരൻ പുറത്തിറങ്ങുക എന്നത് അസാധ്യമാണ്. ഈ ദൃശ്യം കഴിഞ്ഞ് ഏകദേശം 8 മണിക്കൂറിനുള്ളിലാണ് എപ്സ്റ്റീന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ നിഗൂഢ രൂപം എപ്സ്റ്റീനെ നിശബ്ദനാക്കാൻ എത്തിയ കൊലയാളിയാകാം എന്ന വാദത്തിന് ഇതോടെ കരുത്തു കൂട്ടിയിരിക്കുകയാണ്. എപ്സ്റ്റീൻ തന്റെ ശിക്ഷാ ഇളവ് ലക്ഷ്യമിട്ട് പ്രോസിക്യൂട്ടർമാരുമായി സഹകരിക്കാനും തനിക്ക് പിന്നിലുള്ള വമ്പന്മാരുടെ പേരുകൾ വെളിപ്പെടുത്താനും തയ്യാറായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു. എപ്സ്റ്റീന്റെ മരണത്തിന് മുൻപുള്ള ദിവസങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തിരുന്നില്ല എന്നതിന് നിരവധി തെളിവുകൾ ലഭിക്കുന്നുണ്ട്. ജൂലൈ 23 കഴുത്തിൽ മുറിവുകളോടെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയപ്പോൾ തന്നെ എപ്സ്റ്റീൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു: തന്നെ തന്റെ സഹതടവുകാരനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. എന്നാൽ അധികൃതർ അത് ആത്മഹത്യാ ശ്രമമായി എഴുതിത്തള്ളുകയായിരുന്നു. ഒരു ജയിൽ മനഃശാസ്ത്രജ്ഞനെ കണ്ടപ്പോൾ തനിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുമാണ് എപ്സ്റ്റീൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. മരിക്കാൻ പോകുന്ന ഒരാൾ കാണിക്കുന്ന ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് ഓഗസ്റ്റ് 8 തന്റെ വമ്പിച്ച സമ്പാദ്യം കാമുകിയായ കരീന ഷുലിയാക്കിനും മറ്റു അടുത്ത ബന്ധുക്കൾക്കുമായി വീതിച്ചുകൊണ്ട് പുതിയൊരു വിൽപത്രത്തിൽ അദ്ദേഹം ഒപ്പിട്ടിരുന്നു. $577 മില്യൺ ആസ്തിയുള്ള ഒരാൾ തന്റെ സ്വത്തുക്കൾ ക്രമീകരിക്കുന്നത് അദ്ദേഹം കൊല്ലപ്പെടാൻ പോകുന്നു എന്ന ഭയത്തിലായിരുന്നോ അതോ സ്വാഭാവികമായ ഒരു നീക്കമായിരുന്നു എന്നത് ഇന്നും തർക്കവിഷയമാണ്. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അവിശ്വസനീയമായ വീഴ്ചകൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ നൽകുന്നു. രാത്രിയിൽ കൃത്യമായ ഇടവേളകളിൽ തടവുകാരെ പരിശോധിക്കേണ്ട ഗാർഡുകൾ അന്ന് രാത്രി ഉറങ്ങുകയായിരുന്നോ എന്നോ അല്ലെങ്കിൽ മറ്റു ജോലികൾ വ്യാപ്തരായിരുന്നുവോ എന്നോ ആണ് പറയപ്പെടുന്നത്. വൈകുന്നേരം 4 മണിക്ക് ശേഷം തടവുകാരെ പരിശോധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഗാർഡുകൾ പരിശോധന നടത്തിയതായി രേഖകൾ വ്യാജമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിലും ഭയാനകമായ സംഗതി എപ്സ്റ്റീന്റെ സെല്ലിന് അഭിമുഖമായി ഇരുന്നിരുന്ന 2 ക്യാമറകൾ ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ്. കൂടാതെ നിർണായകമായ 11 മണിക്കൂർ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യം 1 മിനിറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ 1 മിനിറ്റിലാകാം കൊലയാളി സെല്ലിൽ പ്രവേശിച്ചതും എപ്സ്റ്റീനെ കൊലപ്പെടുത്തിയതും എന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ്. വിധി വിപരീതമെന്നാണ് ഈ നിർണായക വീഡിയോയുടെ മാസ്റ്റർ കോപ്പി 2024 ഒരു FBI ഏജന്റ് നശിപ്പിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതോടെ സത്യം എന്നേക്കുമായി കുഴിച്ചു മൂടാനുള്ള ശ്രമമാണ് നടന്നതെന്നും വ്യക്തമാക്കുന്നു. എപ്സ്റ്റീൻ ആരെയാണ് ഭയപ്പെട്ടിരുന്നത്? ക്രെംലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വേണ്ടി ബ്ലാക്ക്മെയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിലെയും യൂറോപ്പിലെയും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായികൾ, രാജകുടുംബാംഗങ്ങൾ എന്നിവരുടെ ലൈംഗിക വൈകൃതങ്ങൾ രഹസ്യമായി പകർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എപ്സ്റ്റീന്റെ പ്രധാന തൊഴിലെന്നും പറയപ്പെടുന്നു. പ്രോസിക്യൂഷനുമായി അദ്ദേഹം സഹകരിച്ചാൽ തകരുന്നത് ലോകത്തിലെ പല വൻകിട ശക്തികളുടെയും കരാറുകളായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്സ്റ്റീനെ ജയിലിനുള്ളിൽ വെച്ച് നിശബ്ദനാക്കുക എന്നത് പലരുടെയും ആവശ്യമായിരുന്നു. എപ്സ്റ്റീന്റെ മരണ സർട്ടിഫിക്കറ്റിലെ തീയതിയിൽ വന്ന പിശകുകളും മൃതദേഹം കണ്ടെത്തിയ പ്രഭാതത്തിലെ അസ്വാഭാവികമായ സാഹചര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് നടന്ന ഒരു ഉന്നതതല കൊലപാതകത്തിലേക്കാണ്. 7 വർഷം പിന്നിടുമ്പോഴും എപ്സ്റ്റീൻ ഫയലുകളിലെ ഓരോ പുതിയ താളും പുതിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴും അദ്ദേഹത്തിന്റെ മരണം ഒരു സ്വാഭാവിക ആത്മഹത്യ ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല.